2020 വരാൻ പോകുന്ന CPU എക്സാമിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിന്ന് 2018 CPU എക്സാമിന് ചോദിച്ച ഗണിത ചോദ്യങ്ങളിൽ ആദ്യത്തെ 10 ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ലോജിക് മാത്തിൻ്റെ ഈ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് നമ്പർ ആർ 2/7 ടു ഗെറ്റ് 3/14 എന്ന് പറഞ്ഞാൽ 2/7 ഏത് സംഖ്യ കൂട്ടിയാൽ 3/14 കിട്ടുമെന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ് ഒക്കെ കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാം 2/7 ഏത് കൂട്ടിയാൽ 3/14 കിട്ടുമെന്ന് ചോദിച്ചാൽ ചിന്തിച്ചാൽ മനസ്സിലാവും 3/14 നിന്നും 2/7 കുറച്ചാൽ മതി. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ 2 എത്ര കൂട്ടിയാൽ 10 കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മൾ 10 നിന്ന് 2 കുറച്ചാൽ മതി. അതുപോലെ തന്നെയാണ് 2/7 എത്ര കൂട്ടിയാൽ 3/14 കിട്ടുമെന്ന് ചോദിച്ചാൽ 3/14 നിന്നും 2/7 നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പൊ നമ്മളിത് കുറയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക 2/7 ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ 3/14 കിട്ടും. അങ്ങനെയെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് 3/14 മൈനസ് 2/7 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ രീതിയിൽ ചിന്തിച്ചാലും മതി, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുക. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക, 3/14 നിന്നും 2/7 എന്ത് ചെയ്യണം, നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവുക. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 14ഉം 7ഉമാണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ 7നെ കൂടി 14ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഡിനോമിനേറ്ററുകൾ സെയിം ആക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ ഈ 7നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനാ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചാൽ 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എത്ര കിട്ടും, 14 കിട്ടും. അപ്പോൾ ഇതാണ് ആ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലേക്ക് പോകാൻ LCM മെത്തേഡിലേക്ക് പോവാം. അപ്പോൾ ഇത് എന്ത് കിട്ടും നമുക്ക്, ഇറ്റ് ഈസ് 3/14 മൈനസ് 2 into എത്ര വരും, 4/14. ദാറ്റ് ഈസ് ഈക്വൽ 3/14 മൈനസ് 4/14 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററുകൾ സെയിം ആണ്. സോ എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്യുക, അതായത് അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 3 മൈനസ് 4, 3 നിന്ന് 4 കുറയ്ക്കുമ്പോൾ എന്ത് വരും, ചിഹ്നങ്ങൾ വ്യത്യാസമായതുകൊണ്ട് വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. 3 നിന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. സോ 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1 ചിഹ്നം, വലുതിന്റെ ചിഹ്നം 4ന്റെ ചിഹ്നം മൈനസ്, ദാറ്റ് ഈസ് മൈനസ് 1/14 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടേക്ക് വന്നാൽ ഇത് എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, അതായത് കൃത്യംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. 5⁻⁻1 നമുക്ക് ഏത് സംഖ്യയെയും അതിന്റെ പവർ മൈനസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേസ് ഇതാണ്, a⁻⁻n നമുക്ക് എന്ത് എഴുതാം, 1/a⁻n എന്ന് എഴുതാം. a⁻n എന്ന് പറയുന്നത് 1/a⁻n എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 5⁻−1 നമുക്ക് എങ്ങനെ എഴുതാം, 1/5⁻1. 5⁻1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അതായത് എനി നമ്പർ ⁻1 ഏത് സംഖ്യയുടെയും പവർ 1 ആണെങ്കിൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. അതായത് a⁻−ന് താഴെ വന്നപ്പോൾ എന്തായി, പോസിറ്റീവ് എന്നായി. അതുപോലെ 5⁻−ന് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, 1/5⁻1 എന്ന് മാറും. അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല, 1/5 ഡിവൈഡ് ബൈ 6⁻−1 ഇതുപോലെ തന്നെയാണ് 1/6 ഇൻറ്റു 1/5⁻−1. നമ്മൾ ഈ ഒരു ഐഡിയ പഠിച്ചാൽ മതി, a/b ദി ഹോൾ റൈസ് ടു -m. a/b ദ ഹോൾ റൈസ് ടു -m ഈ മൈനസിനെ പോസിറ്റീവ് ആക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഈ ഭിന്നസംഖ്യയെ തിരിച്ചെഴുതുക, ഫ്രാക്ഷൻ തിരിച്ചെഴുതുക, b/a എന്നാക്കിയാൽ ഇത് പോസിറ്റീവ് ആവും. ഇതാണ് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ പവർ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാൻ തിരിച്ചെഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1/5⁻−1 പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യാം, തിരിച്ച് 1/5 തിരിച്ചെഴുതുക, ദാറ്റ് ഈസ് 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 5⁻1 പവർ m കൊടുക്കുക, ദിസ് 1 എന്ന് പറഞ്ഞ ആൻസർ 1 തന്നെയാണ്. അപ്പോൾ സംശയം നമുക്ക് ഇങ്ങനെ എഴുതാം, 5/1 തിരിച്ചെഴുതി, പവറിന് എന്ത് ചെയ്യുന്നത്, പവർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതായത് -1 മാറി 1 ആവും, പോസിറ്റീവ് ആവും. ഇനി നോക്കാം 1/5 ഭിന്നസംഖ്യകൾ ഹരിക്കുന്നത് എങ്ങനെയാണ്, വിൽക്രമം കൊണ്ട് ഗുണിക്കുക. അതായത് ഒന്നാമത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതും, ഡിവൈഡ് ബൈ അത് നമ്മൾ എന്താക്കും, ഇൻറ്റു ആക്കും, വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നാണ്. സോ 1/6 തിരിച്ചെഴുതുമ്പോൾ 6/1 എന്നാവും, ഇൻറ്റു. സോ നമ്മൾ എന്ത് ചെയ്യുക, 5/1 മാറ്റുമ്പോൾ അത് 5 എന്നൊരു ഇൻറ്റു 5 എന്നാവും. 5/1 ദ ഹോൾ റൈസ് വന്നാൽ 5 തന്നെയാണ്. നമുക്കിത് മൾട്ടിപ്ലൈ, ഇവിടെ ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ആയി പോയി, ബാക്കിയുള്ളത് 6 മാത്രമാണ്. സോ ആൻസർ ഈസ് 6. Janagi and Janu can do a piece of work in 8 days. Janagi alone can do it in 12 days. How long would Janu take to do the same work? So ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജാനകി ആൻഡ് ജാനു രണ്ടുപേർക്കും ഒരുമിച്ച് ജോലി ചെയ്യാൻ 8 ദിവസം വേണം. Then Janagi alone can do it in 12 days. ജാനകിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ജാനകി
ആൻഡ് ജാനു ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 8 ദിവസം കൊണ്ട് ചെയ്യും. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് ജാനകിക്ക് മാത്രമാണെങ്കിൽ 12 ദിവസം വേണം. സോ ജാനകി എലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക് എന്ന് പറയുന്നത് 12 days ആണ്. എങ്കിൽ ജാനുവിന് മാത്രമായിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയും? അപ്പോൾ നമുക്ക് ഫോർമുല യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ വെച്ചും ചെയ്യാൻ പറ്റും. സോ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതാണ്: എക്കും ബിക്കും തമ്മിൽ എക്സ് ഡേയ്സ് കൊണ്ടും എക്ക് മാത്രമായിട്ട് വൈ ഡേയ്സ് കൊണ്ടും ചെയ്യാൻ പറ്റുമെങ്കിൽ ബിക്ക് മാത്രമായി ചെയ്യാൻ കഴിയുന്നത് എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് ഡിഫറൻസ് വൈ. എക്സ് ഡിഫറൻസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ എന്നാണ്. അതായത് വലുത് ഏതാണ് അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ആ ഐഡിയയിൽ ചിന്തിക്കുക. സോ എക്സ് വൈ ഇവിടുത്തെ എക്സും വൈയും 8 × 12 ആണ്. സോ 8 × 12 ഡിവൈഡ് ബൈ 12 - 8 വലുത് നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 8 × 12 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. താഴെ 12 - 8 എന്ന് പറഞ്ഞാൽ 4. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്ന് വരും. 4 × 12 ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്ന് വരും. 8 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 × 8 24 days. അപ്പോൾ ജാനുവിന് മാത്രമായിട്ട് ചെയ്യാൻ എത്ര ദിവസം വേണം? 24 days വേണം. If 45% of the students in a school are boys and number of girls is 1100, find out the number of boys. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്കൂളിലെ 45% സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ബോയ്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെയാണ്: ബോയ്സ് എന്ന് പറയുന്നത് 45%. അങ്ങനെയാണെങ്കിൽ ഗേൾസ് എത്രയായിരിക്കും? ഗേൾസ് എന്ന് പറയുന്നത് 100 - 45, അതായത് 55% ആയിരിക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ 1100 പേരെന്ന് പറയുന്നത് ഗേൾസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1100 പേർ ഗേൾസ് ആണ്. എന്തിന്റെ? ആകെ ഉള്ളതിന്റെ, ടോട്ടൽ ഉള്ളതിന്റെ എത്ര പെർസെന്റ്? എത്ര പേര്? ആ ടോട്ടൽ ഉള്ളതിന്റെ 55% എന്ന് പറയുന്നത് ഗേൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 1100 പേരാണെന്ന് പറയുന്നത് ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം: ടോട്ടൽ എത്രയുണ്ടോ ടോട്ടൽ ഇൻറ്റു എത്ര പെർസെന്റ്? ടോട്ടൽ എത്ര പെർസെന്റേജാ? 100ൽ 55% എന്ന് പറയുന്നത് എത്രയാണ്? 1100. അപ്പൊ ഇവിടെ എന്ത് പറയാം? ടോട്ടൽ ഉള്ളതിന്റെ 55% ആണ് പെൺകുട്ടികളുടെ എണ്ണം. അതായത് ടോട്ടൽ ഇൻറ്റു 55/100 ഈസ് ഈക്വൽ ടു 1100 നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 1100 ഇൻറ്റു 100 എന്നാവും. അതായത് ഡിവൈഡ് ചെയ്തേക്കുന്ന 100 അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 100 എന്നാവും. ബൈ 55 മുകളിലുള്ള 55 ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? താഴേക്ക് പോകും. ക്യാൻസൽ എളുപ്പ വഴി എന്ന് പറയുന്നത് 55ഉം 1100ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. 55ഉം 1100 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 55 110 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം 55 പോകും. 2 55 110, ബാലൻസ് 0 ഉണ്ട്. 0 ദാറ്റ്സ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 2000 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്? 2000 പേരുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ബോയ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആകെ എത്ര പേരുണ്ട്? 2000 പേരുണ്ട്. അതിൽ 1100 പേര് എന്താണ്? ഗേൾസ് ആണെങ്കിൽ ബോയ്സ് എത്രയായിരിക്കും? ബോയ്സ് 900 പേര്. 2000 - 1100 അതായത് 900 പേരായിരിക്കും നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത്. 1/6 of a certain number decreased by 5 is equal to 2. Find the number. മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ 1/6 അതിൽ നിന്ന് 2 കുറച്ചപ്പോൾ, അതാണ് ഡിഫറൻസ് ബൈ 2 എന്ന് പറയുന്നത്. ഒരു നമ്പറിന്റെ 1/6ന്റെ ഒരു നമ്പറിന്റെ 1/6ൽ നിന്നും 2 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് മീനിങ്. ഒരു സംഖ്യ നമ്മൾ എക്സാക്ട് എടുക്കുകയാണ്. അതിന്റെ 1/6 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/6. അതിൽ നിന്ന് എത്ര കുറച്ചപ്പോൾ? ഡിഫറൻസ് ബൈ 5 എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ദാറ്റ് ഈസ് x ഇൻറ്റു 1/6 എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് ആണ്. ദാറ്റ് ഈസ് x ഇൻറ്റു 1 എന്ന് പറയുന്നത് x ബൈ 1 ഇൻറ്റു 6 എത്രയാണ്? 6 മൈനസ് 5 ഈക്വൽ ടു എത്രയാണ്? 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? -5നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അതായത് x/6 ഇസ് ഈക്വൽ ടു 2 + 5 എന്ന് മാറും. ബിക്കോസ് -5 ആണ്. -5 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? അത് +5 എന്ന് മാറും. അതായത് x/6 ഇസ് ഈക്വൽ ടു 7 എന്ന് നമുക്ക് കിട്ടും. 2 + 5 7 ആണ്. x ഇസ് ഈക്വൽ എന്ത് കിട്ടും? ഈ 6 ഹരിച്ചിരിക്കുന്ന 6 അവിടെ കൊണ്ടുപോകുമ്പോൾ അത് ഗുണിക്കും. അതായത് 7 × 6, അതായത് 7 × 6 എന്ന് പറയുന്നത് 42. 6 7 42 നമുക്ക് കിട്ടും. ഏതാണ് സംഖ്യ? സംഖ്യ എന്ന് പറയുന്നത് 42. Which term of the sequence √3, 3, 3√3 etc. is 7 to 9? ഇപ്പോൾ ഒരു സീക്വൻസ്, ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. നിങ്ങളിത് ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ, അതായത് സമാന്തര ശ്രേണി
അതുപോലെ ജോമെട്രി പ്രോഗ്രഷൻ, സമഗുണിത ശ്രേണി, ഇതിന്റെയൊക്കെ നമ്മളൊരു വീഡിയോ ടോപ്പിക് വൈസ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടും. ഇവിടെ നമ്മൾ ആ ടോപ്പിക്ക് മാത്രം പറഞ്ഞു പോവാണ്, ഇതിനാവശ്യമായിട്ടുള്ള ഫോർമുല മാത്രം പറഞ്ഞു പോവാണ്. അപ്പോൾ എന്താണ് GP എന്ന് ചോദിച്ചാൽ, ജോമെട്രി പ്രോഗ്രഷൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ സമഗുണിത ശ്രേണി ചോദിച്ചാൽ ഒരു നമ്പർ മൾട്ടിപ്പിൾ ചെയ്ത് പോകുന്നത്, അതായത് ഒരു എക്സാമ്പിൾ 2, 4, 8 എക്സാമ്പിൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് പോയിരിക്കുകയാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് പോയിരിക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കയറി പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കയറി കാണുക. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് ജോമെട്രി പ്രോഗ്രഷനെ കുറിച്ച് ഐഡിയ നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ സിമ്പിൾ ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതാണ് മൾട്ടിപ്പിൾ ചെയ്ത് പോയെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാ മൾട്ടിപ്പിൾ ചെയ്ത് പോയിരിക്കുന്നത്, നമുക്കത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. സെക്കൻഡ് നമ്പറിനെ ഫസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 3/√3. ഇപ്പോൾ സെക്കൻഡ് നമ്പറിനെ നമ്മൾ ഫസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ്, ദാറ്റ് ഈസ് 3/√3 എന്ന് കിട്ടി. 3/√3 നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് ചിന്തിക്കാം. 3 എന്ന് പറഞ്ഞാൽ എന്താ, √3 × √3 ആണ് നമുക്ക് 3 എന്ന് പറയുന്നത്. ബൈ എത്രയുണ്ട്, √3. നമ്മൾ ഈ √3 ക്യാൻസൽ ചെയ്യണം, ബാക്കി എത്രയുണ്ട്, നമുക്ക് √3 എന്ന് കിട്ടി. അതായത് ഇത്രേ ഉള്ളൂ, √3 വീതമാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടും, 3 വീണ്ടും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3√3 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്ന ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ എന്ന് പറയും. കോമൺ റേഷ്യോ, അതാണ് നമുക്ക് എത്രയെന്ന് കിട്ടിയത്, √3 എന്ന് കിട്ടിയത്. ഇനി ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് √3 എന്നാണ്. സോ നമുക്ക് അതിന്റെ ഫസ്റ്റ് ടേം √3 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്കിൽ ഇതിന്റെ nth ടേം, n-ാം പദം കണ്ടുപിടിക്കുന്ന ഫോർമുല an എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. എത്രയാണ്, 729 എന്ന് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 729. an ഒരു ഫോർമുല ഉണ്ട്, AR⁻n-1. അതാണ് an-ന്റെ ഫോർമുല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരും, കാരണം ടോപ്പിക് അറിയാൻ പാടില്ലെങ്കിൽ നല്ല രീതിയിൽ കൺഫ്യൂഷൻ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക് കയറി കാണുക. സോ AR⁻n-1, എത്രയാണ്, എന്ന് പറയുന്നത് √3 ആണ്. ദാറ്റ് ഈസ് √3 ഇൻറ്റു ഇവിടെ R എന്ന് പറയുന്നത് √3 ആണ്. ദാറ്റ് ഈസ് √3⁻n-1. ദാറ്റ്സ് ഈക്വൽ ടു 729. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് √3⁻1 ആണ്. ഇത് A⁻m × A⁻n ആണ്. A⁻m × A⁻n എന്ന് പറഞ്ഞാൽ A⁻m+n ആണ്. ദാറ്റ് ഈസ് √3⁻1+n-1. ഇത് കൂടെ നമ്മൾ കൂട്ടണം, പവർ കൂട്ടണം. ദാറ്റ്സ് ഈക്വൽ ടു 729. എന്ത് ചെയ്യുക, ഈ 1ഉം -1ഉം ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, √3⁻n = 729. √3n = 729 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിനെ ഫാക്ടറൈസ് ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡാണ് പറയുന്നത്. റൈറ്റ് സൈഡിനെ ഫാക്ടറൈസ് ചെയ്യുക. ഇങ്ങനെ വരുന്ന, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വരുന്ന ഏത് ചോദ്യം ചോദിച്ചാലും ലെഫ്റ്റ് സൈഡിലെ ബേസ് എന്താണോ അതിലേക്ക് റൈറ്റ് സൈഡിനെ കൂടെ മാറ്റുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 729നെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് വരും, 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. സോ 2 3 6, 12 4 3 12, 3 3 9, ദെൻ വീണ്ടും 3, 8 3 24, 1 3 27 എന്ന് കിട്ടും. ദെൻ വീണ്ടും 3 9 3 3. അപ്പൊ എത്ര 3 ഉണ്ട്, 1 2 3 4 5 6 3കളുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, √3 എന്ന് പറയുന്നത് 6 3കളുണ്ട്. അപ്പൊ 6 3കൾ ഗുണിക്കുന്നതിന് തുല്യമാണ് 729. അതായത് 3 × 3 × 3, അങ്ങനെ 6 3കളാണ്. 3/6. പക്ഷെ നോക്കുക, ഇവിടുത്തെ ബേസ് √3ഉം ഇവിടുത്തെ ബേസ് 3ഉം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ കൂടെ √3ലേക്ക് മാറ്റുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ്സ് ഈക്വൽ ടു 3നെ എനിക്ക് √3 × √3 എഴുതാം, √6. √3 എന്താ, √3ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് √3ന്റെ സ്ക്വയർ √6. ദാറ്റ് ഈസ് √3 എന്ന് പറയുന്നത് √3 സ്ക്വയർ √6. അപ്പൊ അതെന്താ സാധനം, A⁻m എന്ന് പറഞ്ഞാൽ A⁻m × n എന്നാണ്. അതായത് √3n സമം √3 2 × എത്രയാ, 12 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് നോക്കാം, രണ്ടിന്റെയും ബേസുകൾ എന്താണ്, സെയിം ആണ്. ദാറ്റ് ഈസ് അങ്ങനെ ബേസുകൾ സെയിം ആണെങ്കിൽ പവറുകൾ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് n = 12 എന്ന് നമുക്ക് കിട്ടും. ലെങ്തി ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെ ചെയ്തതിന് ശേഷം ഓപ്ഷൻ ഉള്ളതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 729 കിട്ടുന്ന ഒന്ന് നോക്കുക. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. The average of 3 numbers is 20. If each of these numbers is doubled, what is the average? പറഞ്ഞിരിക്കുന്നത് 3 നമ്പറുകളുടെ ആവറേജ് 20 ആണ്. 3 നമ്പറുകളുണ്ട്, അതിന്റെ ആവറേജ് 20 ആണ്. എങ്കിൽ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഫയർമാന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ 20 ആണ് 3 സംഖ്യകളുടെ ആവറേജ്. ഇതിൽ ഓരോ സംഖ്യയും, അതായത് 3 സംഖ്യകൾ നമുക്ക് വെറുതെ ചിന്തിക്കുകയാണ്. നമ്മൾ x1
x2 x3 എന്ന് പറയുകയാണെങ്കിൽ ഈ മൂന്ന് നമ്പറുകളും ഡബിൾ ചെയ്യാണ്. മീൻസ് അത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയെങ്കിൽ ആവറേജിന് എന്ത് സംഭവിക്കും? ആ പുതിയ ആവറേജ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുവെങ്കിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫയർമാനിൽ കണ്ടത് അങ്ങനെ ആയിരുന്നില്ല. ഓരോ നമ്പറിലും ഇപ്പോൾ എന്ത് ആഡ് ചെയ്യുന്നു? ഒരു നമ്പർ ആഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ എ ആഡ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ദാറ്റ് ഈസ് x2 + a. ഇങ്ങനെ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. ഏത് നമ്പറാണോ കൊണ്ട് ഓരോ നമ്പറിനെയും മൾട്ടിപ്പിൾ ചെയ്യുന്നത്, അതിന് പുതിയ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് പഴയ ആവറേജ് എന്താണോ അതിനെ ഈ മൾട്ടിപ്പിൾ ചെയ്ത നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യാം. സിമ്പിൾ പരിപാടിയാണ്. അതായത് മൾട്ടിപ്പിൾ ചെയ്തത് ഏതാണോ, ഡബിൾ എടുക്കുന്ന പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ട്രിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആവറേജിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വന്നേ. ഇവിടെ ഡബിൾ എടുക്കുന്നത് കൊണ്ട് ഓരോ നമ്പറിന്റെയും ഡബിൾ എടുക്കുന്നു പറഞ്ഞാൽ നമ്മൾ ആവറേജിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് 40 ആയിരിക്കും ഇവിടുത്തെ പുതിയ ആവറേജ് എന്ന് പറയുന്നത്. Find the compound interest on rupees 2000 for 2 years at 15% per annum compounded annually. ഇപ്പോൾ കൂട്ടുപലിശ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ചോദ്യമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് 2000 രൂപയ്ക്ക്. സോ നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 2000 രൂപയാണ്. 2000 രൂപയാണ്. എത്ര പെർസെൻറ്റേജ്? 15% ആണ്. 15% ആണ് പറഞ്ഞിരിക്കുന്നത്. 2 വർഷത്തേക്ക് കണക്കാക്കാനുള്ളത്. ദാറ്റ് ഈസ് n = 2 ആണ്. അപ്പോൾ ഇത് നമ്മൾ എളുപ്പ വഴിയിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോയും നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പ വഴി കണ്ടെത്തുന്ന വീഡിയോയും കൂടെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി കടക്കാർ കാണുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അവിടെ പഠിച്ചതെന്ന് പറയുന്നത് നമുക്ക് 2 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ റേഷ്യോ നമ്മൾ എടുക്കുക. റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ദാറ്റ് ഈസ് 2:1 ആണ് റേഷ്യോ. ഇതൊക്കെ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. 2 വർഷത്തേക്കാണെങ്കിൽ റേഷ്യോ 2:1 എന്നാണ്. 3 വർഷത്തേക്കാണെങ്കിൽ 3:1 എന്നൊക്കെയാണ്. സോ 2:1 ആണ് റേഷ്യോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് കണ്ടെത്തുക. അതായത് 2000-ന്റെ 15% നമുക്ക് കണ്ടത്. അതിന് എളുപ്പവഴിയുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം 2000-ന്റെ 15% കണ്ടെത്തുക. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം കണ്ടെത്തണം. ഫസ്റ്റ് പ്രാവശ്യം കണ്ടെത്തുക 2000-ന്റെ 15%. എളുപ്പവഴി എന്താ? 2000-ന്റെ 10% കണക്കാക്കുക. 2000-ന്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം വരെ ദശാംശം കൊടുക്കുക. അതായത് 200 ആയിരിക്കും. എന്നത് പറയുന്നത് 2000-ന്റെ 10%. 10% ഓഫ് 2000 എന്ന് പറയുന്നത് 200 നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് 15%. അപ്പൊ എന്ത് ചെയ്യാം? 10% ഈ 15% സ്പ്ലിറ്റ് ചെയ്യുക. 10 + 5 അതാണ് എന്ന് പറയുന്നത് 15%. അപ്പൊ 10% നമുക്ക് കിട്ടി. എത്ര? 200 എന്നാണ്. അപ്പൊ 5% എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും. അതായത് എത്രയാണ്? 200-ന്റെ പകുതി ആയിരിക്കും, 100 ആയിരിക്കും. കാര്യം 10%-ന്റെ പകുതിയാണ് 5%. സോ നമുക്ക് എന്ത് കിട്ടും? 200-ന്റെ പകുതി 100 എന്ന് കിട്ടും. അപ്പോൾ 10% എന്ന് പറയുന്നത് 200-ഉം 5% 100-ഉമാണ്. എങ്കിൽ എന്ത് ചെയ്യാം? 15% കൂടെ കൂട്ടുക 300. സോ 300 ആയിരിക്കും 2000-ന്റെ 15%. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? 2000-ന്റെ 15% കണ്ടെത്തുക. 2000 × 100-ൽ 15. 15 × 20 എന്ന് പറയുന്നത് 300. അങ്ങനെയും കിട്ടും. സോ നമ്മൾ എന്ത് കണ്ടെത്തി? ആദ്യം 2000-ന്റെ 15%. ഇനി എന്ത് ചെയ്യുക? ഈ 300-ന്റെ 15% കണ്ടെത്തുക. 300-ന്റെ 15% എങ്ങനെ കണ്ടെത്തും? നിങ്ങൾക്ക് ഈ മെത്തേഡാണ് പോണെങ്കിൽ എന്ത് ചെയ്യുക? 300-ന്റെ 10% കണ്ടെത്തുക. ഒരു ദശാംശം കൊടുത്തു. അതായത് 30. അതാണ് 10%. ഇനി അതിന്റെ പകുതി ആയിരിക്കും 5%. അതായത് 15 ആയിരിക്കും. മൊത്തത്തിൽ 45 എന്ന് കിട്ടും. അങ്ങനെ പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഇത് വെച്ച് തന്നെ ചെയ്യുക. എങ്ങനെയാണ്? 300-ന്റെ 15%. 100-ൽ 15 ക്യാൻസൽ ആയി. 15 × 3 45 അങ്ങനെ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ 2000-ന്റെ 15% എഴുതി. 2 വർഷമായതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പലിശ കണ്ടുപിടിക്കണം. സോ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? 300-ന്റെ 15% കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യാം? നമ്മൾ റേഷ്യോ എടുക്കുക. 2:1 ആണ്. × 2 × 1. ഫസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും നമുക്ക്? ഇവിടെ 600. ഇവിടെ 45 × 1 എന്ന് പറഞ്ഞാൽ 45. അതായത് 645 ആയിരിക്കും നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. If cost price of 25 books is equal to selling price of 20 books, then calculate the gain or loss percentage. അപ്പോൾ ഇതുപോലെ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടോപ്പിക് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് 25 ബുക്സ്, 25 ബുക്കുകളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങിയ വില. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുക. വാങ്ങിയ വില എത്രയാണ്? അപ്പോൾ വാങ്ങിയ വില പറഞ്ഞിരിക്കുന്നത് 25 ബുക്കുകളുടെ വാങ്ങിയ വിലയാണ് പറയുന്നത്. സോ വാങ്ങിയ വില 25 നമുക്ക് ചിന്തിക്കുക. ദെൻ ഇനി എന്ത് ചെയ്യുക? അതുപോലെ 20 ബുക്സിന്റെ വിറ്റ വിലയ്ക്ക് ഈക്വൽ ആണ്. സോ അതാണ് സെല്ലിംഗ് പ്രൈസ്. വിറ്റ വില എത്ര ബുക്സിന്റെ? 20 ബുക്സിന്റെ വിറ്റ വിലയ്ക്ക് ഈക്വൽ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാനുള്ള എളുപ്പ വഴി സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ഇത് പ്രോഫിറ്റ് ആയിരുന്നു ലോസ് ആയിരുന്നു, അതായത് ലാഭമായിരുന്നു നഷ്ടമായിരുന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിനെ അങ്ങ് തിരിച്ചെഴുതുക. അതായത് വാങ്ങിയ വില അല്ലെങ്കിൽ 25 ബുക്കുകളുടെ വാങ്ങിയ വിലയും 20 ബുക്കുകളുടെ വിറ്റ വിലയും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതിനെ തിരിച്ചെങ്ങനെയാക്കും? ഇവിടെ 20 ഇവിടെ 25 തിരിച്ചെഴുതുക.
എന്നിട്ട് ചിന്തിക്കുക നമ്മുടെ വാങ്ങിയ വില 20ഉം വിറ്റ വില 25ഉം ആണെന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മൾ 20 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 25 രൂപയ്ക്ക് വിറ്റു എന്ന് ചിന്തിക്കുക, തിരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ 20 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 25 രൂപയ്ക്ക് നമ്മൾ വിറ്റുവെങ്കിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? നമുക്ക് ലാഭമാണ്. കാര്യം 5 രൂപ ലാഭമാണ്. സോ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 രൂപ. സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി എന്താ ചോദ്യം? എത്ര പെർസെന്റേജ് ആണ്? പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണ്? എന്താണ് പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ലാഭ ശതമാനത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത്? ലാഭ ശതമാനത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് എല്ലാം നമ്മൾ വാങ്ങിയ വിലയിലാണ് പറയുന്നത്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മുടെ വാങ്ങിയ വിലയിലാണ് പറയുന്നത്. അതായത് വാങ്ങിയ വില അപ്പോൾ ലാഭം ഇൻറ്റു 100. എത്രയാ ലാഭം? 5 ബൈ വാങ്ങിയ വില എത്രയാ? ഇവിടെ 20. സോ 20 ഇൻറ്റു എത്രയാ? 100. നമുക്കിത് സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് 5 കിട്ടും. സോ 5 × 5 25% ഇവിടുത്തെ ലാഭം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓർക്കുക, തന്നിരിക്കുന്നത് നമ്മൾ റിവേഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ദി സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 16 സെന്റിമീറ്റർ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്. പറഞ്ഞിരിക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണമുണ്ട്. അതിന്റെ ഒരു വശം 16 സെന്റിമീറ്റർ. അപ്പൊ എല്ലാ വശവും 16 സെന്റിമീറ്റർ ആയിരിക്കും. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഹൈറ്റ് എത്ര, ഉയരം എത്ര, ഉന്നതി എത്ര എന്നാണ് ചോദ്യം. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. √3a²/4 എന്നാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്, പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ഹൈറ്റ് ചോദിച്ചാൽ h എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്, √3a/2 എന്നാണ്. സോ ഇത് പഠിക്കാനുള്ള എളുപ്പ വഴി, ഇവിടെ നിന്നൊരു 2ഉം വെട്ടാൻ പറ്റില്ല, ഇത് മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാണ്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യുക, 2 എന്ന് കിട്ടുന്നത് √3a/2 ആണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് ഇവിടെ √3 a എന്ന് പറഞ്ഞ ഒരു വശം എത്രയാ? 16 ബൈ എത്രയാ? 2. ഇത് ക്യാൻസൽ ചെയ്യുക, 8 എന്നാണ് ആൻസർ. അപ്പോൾ നമ്മൾ ഈ 2018 പോലീസ് കോൺസ്റ്റബിളിലെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ എന്ന് പറയുന്നത്, കാര്യം നമ്മൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് മാക്സിമം എക്സ്പ്ലെയിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ പറയുന്ന ക്വസ്റ്റിനകത്ത് ഡൗട്ട് വരുന്നുവെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ്, ഈ ചാനലിന്റെ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ടോപ്പിക് ബേസിൽ ക്ലാസ്സുകൾ കാണാം. ഇനി അപ്പോഴും ക്ലിയർ ആയില്ലെങ്കിൽ കൃത്യമായി കമന്റ് ബോക്സിൽ ചോദിക്കുക, നമുക്ക് അതിന്റെ ആൻസർ ക്ലിയർ ചെയ്യാം. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.